അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ മറ്റു മാസങ്ങളെക്കാളേറെ വിശുദ്ധ ഖുർആനിനെ ചേർത്തു പിടിക്കുകയും ഇത് അധികമായി പാരായണം ചെയ്യുകയും കൂടുതലായി പഠിക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്യുന്ന മാസമാണ് വിശുദ്ധമായ റമളാൻ. ഒരു മനുഷ്യൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാനുള്ള മരുന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു. അതിലൊന്നാമതായി മഹാനവറുകൾ നിർദ്ദേശിച്ചത് തിലാവത്തുൽ ഖുർആനാണ്. അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള ഖുർആൻ പാരായണം. ഖുർആനിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ നിർബന്ധമായും അറിവുണ്ടാവണം. നല്ല അറിവുള്ളവർക്കാണ് ഖുർആനിൻ്റെ ആശയങ്ങൾ അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യാൻ കഴിയുക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയ ശുദ്ധീകരണത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് അറിവുണ്ടാവുക എന്നത്. അറിവിനെ സമ്പാദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. റമളാൻ കഴിഞ്ഞാലും ഖുർആൻ പഠിക്കാനും ആശയങ്ങൾ പഠിക്കാനും മറ്ററിവുകൾ നേടാനും സമയം കണ്ടെത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലൊരു സ്വഹാബി, അവരുടെ മരണമാസന്നമായിരിക്കുന്നു. മലക്ക് വന്ന് അറിയിച്ചു. നബി തങ്ങൾ ആ സ്വഹാബിക്ക് വിവരം കൈമാറി. ആ സമയത്ത് സ്വഹാബി ചോദിക്കുന്നുണ്ട്, നബിയെ, എൻ്റെ അവസാന നിമിഷം, കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ഈ സമയത്ത് ഞാൻ എന്തു ചെയ്യണം? ഏറ്റവും അവസാന സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായ അമലു ചെയ്യണ്ടേ? തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ സദസ്സിൽ തന്നെ തുടരൂ, അറിവ് പഠിക്കൂ എന്നർത്ഥം. ഈ പഠിക്കുന്ന അറിവ് ഇനി അയാൾ ഒരാളോടും പറഞ്ഞു കൊടുക്കില്ല, അയാളത് വെച്ച് അമല് ചെയ്യുകയുമില്ല. അറിവ് പഠിക്കുക എന്നത് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. അതുകൊണ്ട് പഠനങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അസ്സലാമു അലൈക്കും.